ദരിദ്രനായ അന്ധഗായകന്റെ കഥ പറയുന്ന ചിത്രമാണ് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ബാബുമോനും. ഈ ചിത്രത്തിലെ അന്ധഗായകനായ ബാബുമോനെ അനശ്വരനാക്കിയിരിക്കുന്നത് മലയാള സിനിമയുടെ ആക്ഷൻ ഹീറോ ജയനാണ്. ആഹാ. ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും, ആയിരം കനവുണരും. ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും, ആയിരം കനവുണരും. ഉയിരിൻ വേദിയിൽ സ്വരകന്യകമാർ നടമാടും. ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും, ആയിരം കനവുണരും. പാടിക്കിട്ടുന്ന ചില്ലറ തുട്ടുകൾ തട്ടിയെടുക്കുന്ന ദുഷ്ടനായ ജേസന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ജോസ് പ്രകാശ്. ഒരുപാട് പേരുണ്ടല്ലോ. മരിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത്. ഇട്ടോളൂ. എന്നാ ചേട്ടാ മണി നന്നായിട്ട് പാടിയിട്ടല്ലേ ചോളയിറക്കൂ. ഇതാരാണ്? ആരാണ് മീശയുള്ളയാൾ? എന്റെ ചേട്ടനല്ലേ? എന്റെ കൊച്ചേട്ടാ, എന്റെ കാശെടുക്കല്ലേ? എന്റെ കാശെടുക്കരുത്, വീട്ടിൽ കൊടുക്കാനുള്ളതാണ്. എന്റെ കാശെത്താ, കാശെവിടെ? എന്റെ കാശ് തരാൻ. എന്റെ കാശെടുക്കരുത് കൊച്ചേട്ടാ. അയ്യോ, എന്റെ കാശ് കൊച്ചേട്ടാ കൊണ്ടുപോകരുത്. എന്റെ കാശ് തന്നിട്ട് പോകൂ. എന്റെ കുടുംബത്തെ തല്ലി പിടിപ്പിക്കരുത്. എന്റെ കൊച്ചേട്ടാ കാശ് തരാൻ. പോകല്ലേ? എന്റെ കാശ് തന്നിട്ട് പോകൂ. തരാനാ പറഞ്ഞത്. എന്റെ ഡാഡിക്ക് മെഡിസിൻ മേടിക്കുന്ന ക്യാഷാണ്. താങ്ങുമാത്രം വന്ന് കട്ടിലിൽ കിടക്കുന്ന ബാബുമോന്റെ അച്ഛനായി വേഷമിടുന്നു KP ഉമ്മർ. വാസന്തി, വാസന്തി, മോളെ കൊച്ചേട്ടൻ വന്നു. കൊച്ചേട്ടന് കുടിക്കാൻ ഇത്തിരി കട്ടൻ ചായ എടുത്തേ. വന്നോ നാശം. എന്റെ എണ്ണയും കുഴമ്പും തീർന്നിട്ട് ദിവസം 4 വാങ്ങി തന്നോ നീയ്? ഈ കണ്ണു പൊട്ടന്റെ തല എന്ന് കണ്ടോ അന്ന് തുടങ്ങിയതാ എന്റെ ഈ കണ്ടകശനി. നട തളർത്തിക്കളഞ്ഞില്ലേ? അല്ലെങ്കിൽ ഒരു കഴിവേറി മോന്റെ ഈ മോശാരത്തിന് നിൽക്കില്ല ഞാൻ. അന്ധനായ ബാബുമോന്റെ ജീവിതത്തിൽ എന്നും ദുരിതങ്ങൾ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഈ ചിത്രത്തിലെ ദുഷ്ടനായ തോമസ് മുതലാളിയെ MN നമ്പ്യാർ വളരെ അതിഭാവുകത്വത്തോടെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. വാസന്തി, എന്റെ വാസന്തി പോയി. എന്റെ വാസന്തി പോയി. വാസന്തി, കൊച്ചേട്ടനിട്ടിട്ട് പോയില്ലോടി നീ. വസന്തി, പോകാനുള്ളവർ പോയി. ഇനി നീ എന്തിനാണ് വെറുതെ കരഞ്ഞ് കണ്ണീര് കളയുന്നത്? ആരാ? തോമസ് സാറാണോ? തോമസ് സാർ വന്നില്ലേ? തോമസ് സാറേ, എന്റെ വാസന്തി പോയി. എന്റെ മോട് പാവാ, അവളുടെ കണ്ണുകൾ മീൻ കൊത്തിക്കൊണ്ടുപോയി. തോമസ് സാറേ, തോമസ് സാർ എല്ലാ സൗഭാഗ്യങ്ങളും ഞങ്ങൾക്ക് തന്നില്ലേ?